ഫരീദാബാദിൽ 300 കിലോ സ്ഫോടക വസ്തുക്കളും AK-47 തോക്കും പിടികൂടി. ജമ്മുകശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡോക്ടറാണ് പിടിയിലായത്. ജമ്മുകശ്മീർ ഹരിയാന പോലീസ് സംഘം സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, പറയൂ. രോഹിണി, ജമ്മു കാശ്മീരിലുടനീളം കേന്ദ്ര സേനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി സമഗ്ര പരിശോധനകളാണ് നടന്നുവരുന്നത്. തീവ്രവാദ ശക്തികളെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അത്തരം പരിശോധനകൾ നടന്നത്. ആ പരിശോധനയ്ക്കിടയിൽ ഒരാളിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഡോക്ടറെ സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചതും ഇയാൾ ഈ ഡൽഹിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതും. തുടർന്നാണ് ജമ്മു കാശ്മീർ പോലീസ് ഇവിടെ ഡൽഹിയിലേക്ക് വരികയും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. പിന്നീട് ഇയാൾ ഹരിയാനയിലേക്ക് കടന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. അങ്ങനെ ഹരിയാനയിലെ ഫരീദാബാദ് ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടാണ് ജമ്മു കാശ്മീർ പോലീസിന്റെ പ്രത്യേക വിഭാഗവും അതേപോലെ തന്നെ ഹരിയാന പോലീസിന്റെ ATSും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷൻ നടത്തുന്നത്. ഇതിൽ 300 കിലോ RDX ആണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. ഒപ്പം തന്നെ ഒരു AK-47 തോക്കും ഇയാളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ഒപ്പം ചില കൂട്ടാളികളുണ്ട്, ഇയാൾക്ക് ലോക്കലി ചില സപ്പോർട്ടുണ്ട്, ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇയാളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അതേസമയം തന്നെ ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ കൃത്യമായി സ്ഫോടന പരമ്പരകളും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഇയാൾക്ക് തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രോഹിണി, ശരി. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.